പക്ഷേ ഈ ഒരു ദളിത് വോട്ടുകളുടെ ഒരു സമാഹരണം കൃത്യമായ രീതിയിൽ നടക്കാനുള്ള ഒരു സാധ്യത, ഒപ്പം തന്നെ കർഷക വിരുദ്ധമായിട്ടുള്ള ഒരു കർഷകരുടെ ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. ഒപ്പം തന്നെ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം തുടങ്ങിയ വിഷയങ്ങളെല്ലാം തന്നെ ഏതാണ്ട് ഈ ദക്ഷിണ കർണാടക എന്ന് പറയുന്ന ആ ഒരു പ്രദേശം കൃത്യമായ രീതിയിൽ മുസ്ലിം പ്രാതിനിധ്യം കൂടുതലുള്ള ഒരു സ്ഥലമായിരുന്നു. അവിടെ കൃത്യമായിട്ടും ഏതാണ്ട് JDS-ന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണല്ലോ. അവിടെ പക്ഷേ ഇത്തവണ ആ ഒരു വോട്ട് ഷെയർ കോൺഗ്രസിന് എത്തിക്കഴിഞ്ഞാൽ മാത്രമാവില്ലേ, അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് എത്തിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ കോൺഗ്രസിന്. ആ ഒരു നിലയ്ക്ക് ഒരു ഏകീകരണം, മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം അവിടെ ഉണ്ടാക്കാൻ കോൺഗ്രസിന് സാധിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നൊരു കാര്യം ആ ഒരു വിഷയത്തിൽ. ഒപ്പം തന്നെ ഈ ദളിത് വോട്ടുകളുടെ ഒരു സമാഹരണം, മല്ലികാർജുൻ ഖാർഗെ പോലുള്ള വലിയ മുഖങ്ങൾ അവിടെ നിലവിലുണ്ട് എന്നതാണ് കോൺഗ്രസിനെ ഇത്തവണ എടുത്തു പറയാൻ പറ്റുന്ന ഒരു നേട്ടം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ നേരത്തെ അനുഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില ആളുകളുടെയെങ്കിലും ജഗദീഷ് ഷട്ടാറിനെ പോലെയുള്ള ആളുകളുടെയൊക്കെ ഒരു മാറ്റി നിർത്തൽ, അവരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് തന്നെയുള്ള ഒരു പരിപാടി BJP നടത്തുന്നു. ഒപ്പം തന്നെ ഏതാണ്ട് ഒരു ബ്രാഹ്മണ മേധാവിത്വത്തിലേക്കൊക്കെ കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിലുള്ള ചില സ്ഥാനാർത്ഥി നിർണയങ്ങൾ നടത്തുന്നു. അല്ലെങ്കിൽ ഈ ഒക്കലിംഗ അല്ലെങ്കിൽ യെദ്യൂരപ്പ പക്ഷം പോലുള്ള ആളുകളുടെയൊക്കെ ആ ഒരു പിന്തുണയിലൂടെ അല്ലാതെ ഒരു വരേണ്യ വർഗത്തെ തന്നെ തങ്ങൾക്ക് നേതൃനിരയിലേക്ക് കൊണ്ടുവരാൻ കഴിയും, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് BJP നടത്തുന്നത് എന്ന നിലയ്ക്കുള്ള ചില പരാമർശങ്ങൾ ജഗദീഷ് ഷട്ടാറിനെ പോലുള്ള ആളുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഏത് നിലയ്ക്കാണ് ഒരുപക്ഷെ ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാനിരിക്കുന്നത്? അത് ആ രീതിക്ക് പ്രതിഫലിച്ചാൽ അത് BJPക്ക് കാണാത്ത തിരിച്ചടിയാവില്ലേ? എബി, ഈ ലിംഗായത്ത് വൊക്കലിംഗ സമുദായത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു ഞാൻ നേരത്തെ. ഈ ലിംഗായത്തുകൾ അടിസ്ഥാനപരമായി ഹിന്ദുമതത്തിലൊന്നും വിശ്വസിക്കുന്നില്ല. ഇവർ വിഗ്രഹാരാധനയ്ക്കെല്ലാം എതിരാണ്, ജാതീയ വ്യവസ്ഥയ്ക്കെല്ലാം എതിരാണ്. അത്തരത്തിലുള്ള ഒരു ആശയമാണ് ഇവരുടേതെങ്കിലും BJPയുടെ സവർണ രാഷ്ട്രീയത്തിന് എത്ര കണ്ട് ലിംഗായത്ത് അനുകൂലിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലും ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള ഒരു സവർണ മേധാവിത്വം ഉണ്ട്. അല്ലെങ്കിൽ യെദ്യൂരപ്പയെ പോലെ ഒരു സമുന്നതനായ നേതാവിന് ഇത്തരത്തിലുള്ളൊരു ഒരു വ്യവസ്ഥയുണ്ട്, അല്ലെങ്കിൽ ഇത്തരം ഒരു വ്യവസ്ഥയിൽ അവർ വിശ്വസിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. നേരത്തെ എബി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമായി ഈ ന്യൂനപക്ഷങ്ങളെ എത്രത്തോളം BJP തഴഞ്ഞു എന്നതിനുള്ള വലിയ ഉദാഹരണമാണ് ഈ മംഗലാപുരം, ഉടുപ്പി ആ ഒരു മേഖല ഉൾപ്പെടുന്ന തീരദേശ കർണാടകയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ. തീരദേശ കർണാടക ആരെ തുണയ്ക്കും? വലിയ ഒരു വോട്ട് ബാങ്ക് ഉള്ള ഒരു സ്ഥലമാണ്. ഇത്തവണ അത് കോൺഗ്രസിന് അനുകൂലമാകാനുള്ള സാധ്യത ഒരു കാരണവശാലും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഗോവധം അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് നിരവധി വലിയ ആൾക്കൂട്ട ആക്രമണത്തിനെല്ലാം ഇരയായ വാർത്തകൾ ഈ പ്രദേശത്ത് നിന്നും എന്നും വരാറുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഉടുപ്പിയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായതായിരുന്നു, പോയ വർഷങ്ങളിൽ വലിയ ചർച്ചയായ കാര്യമായിരുന്നു ഹിജാബ് നിരോധനം. ഇതേ തുടർന്ന് ഈ ഉടുപ്പിയിലെ പെൺകുട്ടികളും കോളേജ് വിദ്യാർത്ഥിനികൾക്കുമെല്ലാം വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിരുന്നു. അതോടൊപ്പം തന്നെ ഹലാൽ വിവാദം, ഭക്ഷണശാലകളിൽ ഹലാൽ പോസ്റ്ററുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദമെല്ലാം ന്യൂനപക്ഷങ്ങളെ വലിയ രീതിയിൽ പ്രതികൂലമാക്കി. ഏറ്റവും കൂടുതൽ അവരെ ബാധിച്ചിരിക്കുകയെ ഏറ്റവും ഒടുവിൽ ഉണ്ടായിരുന്ന 4% സംവരണം എടുത്തു കളഞ്ഞതാണ്. ഇതോടുകൂടി തങ്ങൾ സൈഡ് ലൈൻ ചെയ്യപ്പെടുകയാണോ എന്നൊരു പേടി ന്യൂനപക്ഷങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഏത് വിധേനയും വോട്ടാക്കി മാറ്റാനുള്ള ശ്രമമാണ് കോൺഗ്രസും JDS-ഉം ചെയ്തത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു ഘടകം, ഈ തെരഞ്ഞെടുപ്പ്, ഈ 40 ദിവസം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലം മുഴുവൻ BJP ഏറ്റവും വലിയ കാര്യമായി ഉയർത്തിക്കാട്ടിയ ഒരു കാര്യം ബാംഗ്ലൂരു മൈസൂരു എക്സ്പ്രസ് വേ ആണ്, അതിവേഗ പാതയാണ്. ഇത് തങ്ങളുടെ വലിയ ഭരണ നേട്ടമായാണ് കാണുന്നത്. ഈ മൈസൂരു ബാംഗ്ലൂരു എക്സ്പ്രസ് വേ കടന്നു പോകുന്ന ഭാഗമെല്ലാം JDS-ന് വലിയ ബെൽറ്റാണ്, JDS-ന്റെ ബെൽറ്റ് തന്നെയാണ് എന്ന് പറയാം. JDS-ൻ്റെതാകുമ്പോൾ പരമ്പരാഗത വൊക്കലിംഗർ, അവരൊരു കാർഷിക സമൂഹമാണ്. ഇവരെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു മണ്ഡലങ്ങളാണ് ഈ നഗരമെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ JDS-ന്റെ HD കുമാരസ്വാമിയുടെ മകൻ നിഖിൽ കുമാരസ്വാമി മത്സരിക്കുന്ന രാമനഗരി അടക്കമുള്ള പ്രദേശങ്ങൾ ഈ ഒരു ഇടത്താണ് വരിക. ഈ എക്സ്പ്രസ് വേ വന്നതിന് ശേഷം കർഷകർക്ക് അവരുടെ കൃഷിഭൂമിയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി. ഇവരുടെ ഭൂമി നടുവേ പിളർന്നു പോകുന്ന റോഡുകളും, എന്നാൽ ഇവർക്കൊരു കുടിയൊഴിപ്പിക്കൽ നേരിടുകയും ഇവർക്ക് ഇത്തരത്തിലുള്ള യാതൊരു നഷ്ടപരിഹാരമോ അല്ലെങ്കിൽ ഇവരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമോ BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ വൊക്കലിംഗർ പൂർണ്ണമായും ഇത്തവണ JDS-നൊപ്പം തന്നെയായിരിക്കും. ഇനി ഇവർ JDS-നൊപ്പം അല്ലെങ്കിൽ അത് ഉറപ്പായും വോട്ടാകുക കോൺഗ്രസ്
കോൺഗ്രസിനായിരിക്കും. അതോടൊപ്പം തന്നെ ഈ രാമനഗര പോലുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഈ എക്സ്പ്രസ് വേ കടന്നു പോകുന്ന വഴികളായ ചന്നപ്പട്ടണ പോലുള്ള ഒരു കാർഷിക ഗ്രാമമാണ് ചന്നപ്പട്ടണ. വളരെ പ്രശസ്തമായ ചന്നപ്പട്ടണ ടോയ്സ്, ഒരു കളിപ്പാട്ടം ഉണ്ടാക്കുന്ന ഒരു മേഖല കൂടിയാണിത്. ഇവിടെ ഇവർക്കുണ്ടായ വലിയ രീതിയിലുള്ള തൊഴിൽ നഷ്ടം, കർഷകർക്കുണ്ടായ കൃഷി നഷ്ടം, ഇതിനൊന്നും തന്നെ യാതൊരു രീതിയിലുള്ള പരിഹാരവും BJP ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ JDSന്റെ പ്രകടന പത്രിക നോക്കുകയാണെങ്കിൽ 1 ഏക്കർ സ്ഥലത്തിന് 10,000 രൂപ വെച്ചാണ് JDS വാഗ്ദാനം ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കർഷകർക്ക് ഈ JDSന്റെ ഒരു ഹൃദയഭൂമി എന്ന് തന്നെ വേണമെങ്കിൽ ഈ ഒരു മൈസൂരു കർണാടകയെ പറയാം. അതുകൊണ്ട് തന്നെ ഈ മൈസൂരുവിലെ ജയം ആർക്കൊപ്പം നിൽക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും കർണാടക. മെയ് 13 കർണാടകയിൽ ആര് വാഴും ആര് വീഴും എന്നത് സംബന്ധിച്ചുള്ള കാര്യം. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ഘടകം, ഈ കർണാടകയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ പ്രധാനമായും 224 മണ്ഡലങ്ങളുള്ള കർണാടകയെ 6 മേഖലയെ തരംതിരിക്കാം. ഇതിൽ ഓരോ മേഖലയിലും ഓരോ വോട്ട് ബാങ്ക് തന്നെയാണുള്ളത്. ഇതിൽ ആദ്യത്തേത് പ്രധാനമായും പറയുന്നത് മധ്യ കർണാടകയിലാണെങ്കിൽ എക്കാലവും BJPക്ക് വളക്കൂറുള്ള മണ്ണാണ് ഈ മധ്യ കർണാടക. ഇവിടെ ഇത്തവണ പക്ഷേ BJP 8 സീറ്റിൽ ഒതുങ്ങുമെന്നാണ് പല സർവേ ഫലങ്ങളും വരുന്നത്. ഈ മധ്യ കർണാടക മേഖലയിൽ കോൺഗ്രസിനായിരിക്കും പിന്തുണ ഏറുക എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ എബി നേരത്തെ സൂചിപ്പിച്ചിരുന്നു ദളിത് ന്യൂനപക്ഷങ്ങളുടെ കാര്യം. ഇത്തവണ ദളിത് ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം നൽകി BJP ഒപ്പം കൂട്ടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ദളിതുകൾക്ക് അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിന് ഏറ്റവും കൂടുതൽ മുതൽക്കൂട്ടാവുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന ഒരു പേര് തന്നെയാണ്. കർണാടകയിലെ ഒരു അധസ്ഥിത കുടുംബത്തിൽ നിന്നും ജനിച്ചു വളർന്ന ഈ മല്ലികാർജ്ജുൻ ഖാർഗെ ഏറ്റവും ഒടുവിലായി കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥലമാണ് ഈ ഹൈദരാബാദ് കർണാടകയിൽ ഉൾപ്പെടുന്നത്. ഇവിടെ ഈ ഖാർഗെയുടെ പ്രഭാവത്തിന് വോട്ടാക്കി മാറ്റാൻ സാധിക്കും എന്നതാണ് കോൺഗ്രസിൻ്റെ വലിയ പ്രതീക്ഷ. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് മല്ലികാർജ്ജുൻ ഖാർഗെ നരേന്ദ്രമോദിയെ വിഷപ്പാമ്പ് പരാമർശമെല്ലാം നടത്തിയത് ചെറിയ രീതിയിലൊരു തിരിച്ചടി. പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുഷ, കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. ഇപ്പോൾ അത്യാവശ്യമായി ഒരു ഇടവേള അനിവാര്യമായി വന്നിരിക്കുകയാണ്.